അത് അവിടുത്തെ ബിഗ് ബോസിന്റെ ഓർമ്മകളാണ്. എന്റെ ഫസ്റ്റ് എൻട്രി ലാലേട്ടൻ ചെയ്ത സൈനാ, അത് ലാലേട്ടന്റെ ഒറിജിനൽ സൈൻ. ഏറ്റവും കൂടുതൽ റീച്ച് ആയിട്ടുള്ള ഒരു ടീമായിരുന്നു. ഇതൊക്കെ എനിക്ക് കിട്ടിയ അവാർഡുകളാണ്. എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കരമായിട്ട് പാട്ട് കേൾക്കുന്ന ആളാണ്. ഭയങ്കര അഡിക്റ്റ് ആണ് ഞാൻ പാട്ട് കേൾക്കാൻ. പാട്ട് പാടാനായിട്ട് നോക്കിയിട്ടുണ്ടോ? അങ്ങനത്തെ ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും ഫസ്റ്റ് സീരിയലിൽ ഞാൻ ഓഡീഷൻ വന്നപ്പോൾ എന്നെ റിജക്ട് ചെയ്തു. ഏഷ്യാനെറ്റിൽ തന്നെയായിരുന്നു കൂടുതലായിട്ടും ചെയ്തോണ്ടിരുന്നത്. ഏഷ്യാനെറ്റിൽ ഒത്തിരി പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്, സീരിയൽ ചെയ്തിട്ടുണ്ട്, ഷോകൾ ചെയ്തിട്ടുണ്ട്. ലൈക്ക് നമ്മൾ പുറത്തു പോകുമ്പോൾ എനിക്ക് തോന്നുന്നു സ്ത്രീകളെക്കാൾ കൂടുതൽ ആമ്പിള്ളേരാ വന്നിട്ട് ഞങ്ങൾ സാന്ത്വനത്തിന്റെ ഫാനായിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വില്ലത്തി ക്യാരക്ടറാണ്. എങ്ങനത്തെ പോലെ ആൾക്കാർക്ക് എൻ്റെ അടുത്ത് ഇഷ്ടമാണ്. ഇവൻ ചിപ്പി ചേച്ചി ആണെങ്കിലും അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. രഞ്ജിത്ത് സാർ ആണെങ്കിലും അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ്. ചിപ്പി ചേച്ചിയുടെ ചേട്ടത്തിയായിട്ടാണ് ഞാൻ അതിൽ അഭിനയിച്ചത്. അപ്പോൾ ഞാൻ ആ ക്യാരക്ടർ ചൂസ് ചെയ്യാൻ കാരണം ആ ഒരു പ്രൊഡക്ഷൻ കണ്ടിട്ട് തന്നെയാണ്. എൻ്റെ ലക്കി നമ്പറാണ് 6. പക്ഷെ വെറുത്തു ഞാൻ അങ്ങനെ അധികം ആൾക്കാരുടെ അടുത്ത് അങ്ങനെ അടി വഴക്കൊന്നും വെക്കുന്ന ഒരാളല്ല. റസ്മിനായിട്ട് ഭയങ്കര ഡീപ്പായിട്ടുള്ള സൗഹൃദമുണ്ട്. പിന്നെ അഭിഷേക് ജയദീപ്, അഭിഷേക് ഞാനായിട്ട് ഭയങ്കര കുറേ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഋഷി അതിനകത്ത് ഭയങ്കര അടിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ അവിടെ അടി ഉണ്ടാക്കിയിട്ടുള്ളത് റോക്കി ചേട്ടൻ കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബോണ്ടാണല്ലോ, നിങ്ങൾ ഭയങ്കര കമ്പനിയാണല്ലോ, ലൈക്ക് ബ്രദർ സിസ്റ്റർ അതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ ആളുമായിട്ട് ആള് പുറത്തിറങ്ങിയതിന് ശേഷം ഒരു മെസ്സേജ് പോലും അയക്കാത്ത ഒരുപാട് ആൾക്കാർ. എനിക്ക് ഭയങ്കര ആഗ്രഹിച്ചിട്ട് കിട്ടിയൊരു പ്ലാറ്റ്ഫോമാണ് അത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നത് എനിക്ക് ഭയങ്കര ഒരു വിഷമമായി. ഞാൻ പോലും അറിയാത്ത കുറേ പ്രശ്നങ്ങൾ എൻ്റെ തലയിൽ വന്ന് വീണു. അപ്പോൾ എനിക്കറിയില്ല. എൻ്റെ അച്ഛൻ ഞാൻ ചെറുപ്പത്തിലാണ് മരിക്കുന്നത്. പിന്നെ അമ്മയാണ് ഞാനൊരു ചേച്ചിയാണ്. അപ്പോൾ ഞങ്ങളെ വളർത്തിയതൊക്കെ അമ്മയാണ്. ഞാൻ എന്തുണ്ടാക്കി വെച്ചോ അതിൻ്റെ ഭയങ്കര താഴെ പോയി. ഞാൻ എൻ്റെ ഒപ്പം ഉണ്ടാവും എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് വന്നു. അതുമില്ല. സോഷ്യൽ മീഡിയയിൽ തന്നെ എന്നെ ഭയങ്കരമായിട്ട് കുറേ എന്നെ ദ്രോഹിച്ചിട്ട് എന്തിനാ പൈസ ഉണ്ടാക്കണേ. അപ്പം അങ്ങനെ നല്ല ആരോപണങ്ങളൊക്കെ ഇഷ്ടമാണ്. കാരണം അതൊക്കെയാണ് എനിക്ക് പിന്നെ വീണ്ടും ഞാൻ മോട്ടിവേഷനായിട്ട് എടുക്കാറുണ്ട് ഇപ്പോൾ. പിന്നെ ജയിച്ച് കാണിക്കണം എന്നുള്ളൊരു മോട്ടിവേഷൻ. ഞാൻ ഭയങ്കര സ്വപ്നജീവിയാണ്. ഭയങ്കരമായിട്ട് സ്വപ്നം കാണുന്ന ഒരാളാണ്. അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നമ്മളിനി മാറാൻ പോവാ, നമ്മൾ വേറെ ഇതിലേക്ക് പോവാന്ന് വിചാരിച്ചത് അതുവരെ ഉണ്ടാക്കിയത് വരെ പോയി ഒന്നുമില്ലാണ്ടൊരവസ്ഥയിൽ ഭയങ്കര ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയിരുന്നു. യെസ്, ഓഫ് കോഴ്സ്. അമ്മയിലേക്കാണോ ഫസ്റ്റ് വരുന്നത്? അതെ അതെ, ഏഷ്യാനെറ്റിലെ അമ്മ എന്ന് പറഞ്ഞ സീരിയലായിരുന്നു ഫസ്റ്റ് എൻട്രി. എങ്ങനെയായിരുന്നു ആ ഒരു മുഹൂർത്തവും മൂമെന്റും കാര്യങ്ങളും എല്ലാം ഓർമ്മയുണ്ടോ? പിന്നെ ഓർമ്മയുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ലൈക്ക് അഭിനയിക്കുക, ആർട്ടിസ്റ്റ് ആവാന്നുള്ളത് ഏറ്റവും ആഗ്രഹം. ഞാൻ കലോത്സവത്തിനൊക്കെ ഓടി നടന്ന ആളാണ്. കലോത്സവത്തിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഇതേപോലെ ഏഷ്യാനെറ്റിലെ അമ്മ സീരിയലിൽ ഒരു ക്യാരക്ടർ ഇങ്ങനെ ഹീറോയിൻ മാറിയിട്ട് പുതിയൊരു ആളെ ആഡ് ചെയ്യുന്നൊരു സംഭവം വന്നിട്ടുണ്ടായി. അങ്ങനെ അറിഞ്ഞിട്ട് ഞാൻ അന്ന് മാഗസീൻ്റെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആയുരാരോഗ്യം എന്നുള്ളൊരു മാഗസീൻ്റെ കവർ ഗേളായിട്ട് ചെയ്തിട്ടുണ്ടായി. അപ്പം അതിൻ്റെ ക്യാമറാമാൻ ഗിരീഷ് അമ്പാടി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഇങ്ങനെ അന്നൊരു ഇത് വന്നപ്പോൾ അതിൻ്റെ ഡയറക്ടർ ആദിത്യൻ സാറായിരുന്നു, സാന്ത്വനത്തിൻ്റെ ഡയറക്ടർ. സാറിനോട് സജസ്റ്റ് ചെയ്ത് ഇങ്ങനൊരു കുട്ടിയുണ്ട്, അവർക്ക് അഭിനയിക്കാനൊക്കെ ഇഷ്ടമുള്ളതാണ്. 16. അങ്ങനെ വന്നു. 10ാം ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ എന്നെ റിജക്റ്റ് ചെയ്തു. ഫസ്റ്റ് സീരിയലിൽ ഞാൻ ഓഡീഷൻ വന്നപ്പോൾ എന്നെ റിജക്ട് ചെയ്തു. ലൈക്ക് നമ്മൾ ഈ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുമ്പോൾ കുറച്ച് ലൗഡായിട്ടല്ലേ. ഞാൻ നോർമലി സംസാരിക്കണേ ഭയങ്കര ലൗഡായിട്ടാണ്. എനിക്ക് മൈക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഭയങ്കര ഇങ്ങനെ ഇതാക്കി സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയല്ല, കുറച്ചൊക്കെ ഒന്നൊരു ഇത് വേണം, അടക്കം ഒതുക്കുക. അല്ല ടാച്ചും പറഞ്ഞതാ എന്നുവെച്ചാൽ ഭയങ്കര ഇങ്ങനെ ലൗഡായിട്ടൊക്കെ വർത്താനം പറയുന്നത്. അപ്പോൾ നമുക്ക് വേറെ നോക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ പോയി. ഭയങ്കര വിഷമം തോന്നി കേട്ടോ. അത് കഴിഞ്ഞിട്ടൊരു മാസം ആയപ്പോൾ പുതിയ ട്രാക്ക് വന്നു. ആ ട്രാക്കേ മാറിയിട്ട് പുതിയ ട്രാക്കായി. ബീന ചേച്ചി, ലൈക്ക് ബീന ആൻ്റണി ഇല്ലേ, ബീന ആൻ്റണി ചേച്ചിയുടെ 3 മക്കളിലും ബീന ചേച്ചിയുടെ ട്രാക്കായിട്ട് പുതിയൊരു സ്റ്റോറി വരുന്ന സമയത്ത് ആ 3 മക്കളിൽ ഒരാളായിട്ട് അവർ ചൂസ് ചെയ്തു. വീണ്ടും വിളിച്ചു. പിന്നെ ഓഡീഷനൊന്നും ഉണ്ടായില്ല, ഡയറക്റ്റ് വിളിച്ചു. അത് പക്ഷെ നല്ല ക്യാരക്ടറായിരുന്നു. ഏഷ്യാനെറ്റിൽ തന്നെ നല്ല ശ്രദ്ധിക്കപ്പെടുന്ന ക്യാരക്ടറായിരുന്നു. അവരുടെ ആയിരുന്നു പിന്നെ ആ സ്റ്റോറി. അങ്ങനെ പിന്നെ അതിനുശേഷം കുറേ പ്രൊജക്റ്റുകൾ ഇങ്ങനെ മാറി ചെയ്തു. ഏഷ്യാനെറ്റിൽ തന്നെയായിരുന്നു കൂടുതലായിട്ടും ചെയ്തുകൊണ്ടിരുന്നത്. ഏഷ്യാനെറ്റിൽ ഒത്തിരി പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്, സീരിയൽ ചെയ്തിട്ടുണ്ട്, ഷോകൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഞാൻ ഇപ്പം തന്നെ ടോട്ടൽ എല്ലാ ചാനലിലും വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ദൂരദർശൻ തൊട്ട് ഏഷ്യാനെറ്റ് വരെയും വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ ചാനലിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്പം ലാസ്റ്റ് ചെയ്തത് ഏഷ്യാനെറ്റിലെ സീരിയലാണ്. ലാസ്റ്റ് പ്രോജക്റ്റും ഏഷ്യാനെറ്റിൻ്റെ തന്നെയാണ്, ബിഗ് ബോസ്. ഇതുവരെ നിർത്തി വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ സാന്ത്വനത്തിലേക്ക് വന്ന് 3 കൊല്ലം മുമ്പാന്ന് പറഞ്ഞു. സാന്ത്വനാണ് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടത്. സാന്ത്വനം ഭയങ്കര റേറ്റ്. കാരണം
സാധാരണ സീരിയൽ എന്ന് പറയുമ്പോഴേ നോർമലി ഇപ്പൊ നിങ്ങൾ ആണുങ്ങൾക്കൊക്കെ ഭയങ്കര നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ സിനിമ ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതൽ സ്ത്രീകളുടെ മനസ്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇത് സ്ഥാനം കിട്ടുന്ന സീരിയൽ ചെയ്യുമ്പോഴാണ്. കാരണം ഡെയിലി അവരിങ്ങനെ കാണുകയല്ലേ, അപ്പോൾ ഭയങ്കര ഇതാണ്. പക്ഷെ നമ്മൾ ഈ ആമ്പിളേരുടെ അടുത്തൊക്കെ പോകുമ്പോൾ ഒരു എൻ്റെ പൊന്നയാളെ നമുക്ക് ക്രിക്കറ്റ് കാണാൻ പറ്റില്ല, ന്യൂസ് കാണാൻ പറ്റില്ല, നിങ്ങളെ സീരിയൽ കാണുന്നതുകൊണ്ട് കുറ്റം പറയലായിരുന്നു. പക്ഷേ ഈ സാന്ത്വനം ആ ഒരു മാറ്റിയെടുത്തു. ലൈക്ക് നമ്മൾ പുറത്തു പോകുമ്പോൾ എനിക്ക് തോന്നുന്നു സ്ത്രീകളെക്കാൾ കൂടുതൽ ആമ്പിള്ളേരാണ് വന്നിട്ട് ഞങ്ങൾ സാന്ത്വനത്തിൻ്റെ ഫാനായിട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നോർമലി നമ്മൾ സീരിയൽ കാണുമ്പോൾ എൻ്റെ ക്യാരക്ടർ ഞാൻ വില്ലത്തി ക്യാരക്ടറാണ്, എന്നിട്ട് പോലും ആൾക്കാർക്ക് എൻ്റെ അടുത്ത് ഇഷ്ടമാണ്. അത് വെച്ചാൽ നോർമൽ കാണുന്ന ഒരു സീരിയലിൽ നമ്മൾ വില്ലത്തി, ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളതിന് മുമ്പ് ചെയ്തിട്ടുള്ള വില്ലത്തി ക്യാരക്ടർ നമ്മൾ കണ്ണൂരിട്ടല് ഭയങ്കര മേക്കപ്പ് ഒക്കെ ഇട്ട് ഭയങ്കര മാല സ്വർണ്ണമൊക്കെ ഇട്ട് അടുക്കള വയ്ക്കുമ്പോൾ തന്നെ അതെല്ലാം പൊളിച്ചെഴുതിയൊരു സീരിയലായിരുന്നു സാന്ത്വനം. കാരണം നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ പോലും ഫസ്റ്റ് മനോജ് എന്ന് പറയുന്ന ഒരു ക്യാമറാമാനാണ് ചെയ്തത്. ആക്ച്വലി നമ്മളെ മേക്കപ്പ് ഇടാൻ പുള്ളി സമ്മതിക്കില്ലായിരുന്നു, ലിപ്സ്റ്റിക് ഇടാൻ സമ്മതിക്കില്ല, ഒന്നും മേക്കപ്പേ ചെയ്യാൻ സമ്മതിക്കില്ല, മേക്കപ്പ് ഇടാനേ സമ്മതിക്കില്ല. നമ്മൾ മേക്കപ്പ് പുള്ളി മായ്ച്ച് റിമൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര അയ്യോ ഇതെന്താ ഇങ്ങനെ എപ്പോഴും നമ്മളിപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പം ഞാനിപ്പോൾ ഒരുങ്ങി തന്നെ നിൽക്കുന്നത്, അപ്പോൾ നമ്മളെപ്പോഴും ആൾക്കാരുടെ മുമ്പിൽ ഭംഗിയായിട്ട് നമ്മൾ നന്നായിട്ട് കാണിക്കാനല്ലേ എല്ലാവരും നോക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരുങ്ങി വൃത്തിയായിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് പുള്ളിക്കാർ നമ്മുടെ പാടും കുത്തും കോമയൊക്കെ കാണും, ഇച്ചിരി ആൾക്കാർ വെറുക്കുമല്ലോ വെച്ചു. പുള്ളിക്കാരൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഓവറായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് ഭംഗിയായിട്ട് വരുമ്പോൾ നിങ്ങളുടെ എക്സ്പ്രഷനും നിങ്ങളുടെ ഇതൊന്നും ആൾക്കാർ ശ്രദ്ധിക്കൂല, നിങ്ങളുടെ കമ്മൽ നിങ്ങളുടെ ഡ്രസ്സൊക്കെ നോക്കും. അപ്പോൾ എപ്പോഴും നിങ്ങളെ എക്സ്പോസ് ചെയ്യാൻ നോക്കുക, അല്ലാതെ നിങ്ങളുടെ ഡ്രസ്സ് അത് ചെയ്തെന്ന് പറയും. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതാണെന്ന് പറയും. പക്ഷെ കറക്റ്റാണ്. കാരണം നമ്മൾ ഈ മേക്കപ്പ് അതിൽ ഇപ്പോൾ രഞ്ജിത്ത് സാറായാലും അതെ, സാറ് പറയും ഇപ്പോൾ സാരി തന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂംസ് ആണെങ്കിൽ പോലും നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കണം, ഒരിക്കലും ഭയങ്കര ഹെവി ആയിട്ടുള്ള അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടരുത്, സാധാരണ ഒരു വീട്ടമ്മ എന്താണോ അത് തന്നെ. പിന്നെ അവിഹിതം ഇല്ലായിരുന്നു ആ സീരിയലിൽ, അതൊക്കെയായിരുന്നു അതിൻ്റെ ഒരു ഹൈലൈറ്റ് സാന്ത്വന. പക്ഷെ അത് ഭയങ്കര അതുകൊണ്ടൊക്കെ നമ്മുടെ ആക്ടിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇപ്പം അതിൻ്റെ ബാക്കി മേക്കപ്പ് കോസ്റ്റ്യൂം അതിനല്ലാണ്ട് ടാലന്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തൊരു സീരിയലായിരുന്നു സാന്ത്വനം. അതിന് ഒരു അംഗീകാരവും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അവർ പ്രൊഡക്ഷൻ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രജപുത്ര പ്രൊഡക്ഷൻസ്, ചിപ്പി ചേച്ചി, അവരെല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരുടെ കൂടെ ആ ഒരു കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഞാൻ ഇപ്പോഴും പറയാ, ഞാൻ കുറേ സീരിയൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ എൻ്റെ ലൈഫിൽ ഇത്രയും നല്ലൊരു ടീമിനോട് വർക്ക് ചെയ്യാൻ പറ്റിയത് എനിക്കൊന്ന് ഏറ്റവും ബെസ്റ്റ് ടീമിൻ്റെ ഒരു ടീം ഇത് തന്നെയാണ്. അതിൻ്റെ പ്രൊഡക്ഷൻ ആണെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും എല്ലാം. കാരണം ഈവൻ ചിപ്പി ചേച്ചി ആണെങ്കിലും അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്, രഞ്ജിത്ത് സാറാണെങ്കിലും അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ്. സോ നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ജോയിൻ ചെയ്താൽ നിങ്ങൾക്കറിയാം ഞാൻ അത്രയും പ്രായമുള്ളൊരു ക്യാരക്ടറാണ് അത്. ഇപ്പോൾ എന്നെ ഒരു പരിധി വരെ എനിക്കത് ഒരു നെഗറ്റീവ് വെച്ചാൽ എന്നെ ആ ഒരു കാറ്റഗറിയിലേക്ക് ടാഗ് ചെയ്യപ്പെട്ടു. ഏജ് ഉള്ളൊരു ക്യാരക്ടർ എന്ന രീതിയിൽ ബിഗ് ബോസിൽ പോകുന്നത് വരെ ടാഗ് ചെയ്യപ്പെട്ടു. അതൊരു നെഗറ്റീവ് ഷെയ്ഡാണ്. പക്ഷെ എന്നാൽ പോലും ആ ക്യാരക്ടർ ഞാൻ ചൂസ് ചെയ്യാൻ തന്നെ കാരണം ഇപ്പോൾ ചിപ്പി ചേച്ചിയുടെ ചേട്ടത്തിയായിട്ടാണ് ഞാൻ അതിൽ അഭിനയിച്ചത്. അപ്പോൾ ഞാൻ ആ ക്യാരക്ടർ ചൂസ് ചെയ്യാൻ കാരണം ആ ഒരു പ്രൊഡക്ഷൻ കണ്ടിട്ട് തന്നെയാണ്, രജപുത്ര എന്നുള്ള പ്രൊഡക്ഷൻ കണ്ടിട്ട്. പക്ഷെ ഒരിക്കലും എനിക്ക് റിഗ്രറ്റ് തോന്നുന്നില്ല. കാരണം പറഞ്ഞ് വിശ്വസിക്കുന്നുണ്ട്, അതിൽ വർക്ക് ചെയ്ത ഓരോ ആർട്ടിസ്റ്റുകൾക്കും ടെക്നീഷ്യന്മാർക്കും അടക്കം ഇതുവരെ എടുത്തിട്ടുണ്ട്, ഇൻഷുറൻസ് വരെ എടുത്തിട്ടുണ്ട്, ലൈഫ് ഇൻഷുറൻസ്. ആ സീരിയൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേരിൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ അവർ നമ്മളോട് കാണിക്കുന്ന ഒരു റെസ്പെക്റ്റ് ആണെങ്കിലും നമുക്കപ്പോൾ ഒരു വാല്യൂ തരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തൊരു പ്രൊജക്റ്റായിരുന്നു. കാരണം നമ്മുടെ ടാലൻറ്റിന് ഇമ്പോർട്ടൻസ് തരുന്നുണ്ട്, നമ്മളോട് ഇങ്ങോട്ടുള്ള പെരുമാറ്റമാണെങ്കിലും എല്ലാം ഭയങ്കര ഇതായിട്ട് തോന്നി. പിന്നെ ആർട്ടിസ്റ്റുകളാണെങ്കിൽ തന്നെ ആ ഒരു സാധാരണ നമ്മളിപ്പോൾ എത്ര എന്ന് പറഞ്ഞാലും ഒരുമിച്ച് കുറേ നാൾ വർക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ പ്രശ്നങ്ങൾ വഴക്ക് അതൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ ലൊക്കേഷനിൽ വർക്ക് ചെയ്ത അത്രയും കാലവും ആരുമായിട്ടും ഒരു ഈഗോ ക്ലാഷുകളോ ഒന്നുമില്ല. കാരണം നമ്മളൊരു ലൈക്ക് കോളേജിൽ സ്കൂളിലൊക്കെ ഗെറ്റ് ടുഗദറിനൊക്കെ പോകുന്നൊരു ഫീലാണ്. വീണ്ടും നമ്മളവിടെ പോകുമ്പോൾ ഷൂട്ടിന് പോകുമ്പോൾ അവിടെ പോയിട്ട് പിന്നെ എന്താ എല്ലാവരും ഒരുമിച്ചിരിക്കുക. ഇപ്പോൾ ചിപ്പി ചേച്ചിയാണ്, ചിപ്പി ചേച്ചി ഏറ്റവും സീനിയർ, ചിപ്പി ചേച്ചി ഗിരിജാമ അങ്ങനെ കുറേ ആൾക്കാർ ഇവർ വന്നിട്ട് നമ്മുടെ ഒപ്പം ഇരുന്ന് നമ്മളോട് വർത്താനം പറഞ്ഞ് ഒരുമിച്ച് ഫുഡൊക്കെ എല്ലാവരും മേടിച്ച് കഴിച്ച് അങ്ങനെ ഒരു വൈബായിരുന്നു. ഭയങ്കര ഭയങ്കര രസമായിരുന്നു. ഈ ചിപ്പി ചേച്ചി എന്തൊക്കെയായിരുന്നു പറഞ്ഞു തരാറ്? കാരണം അത്ര സീനിയർ ആയിട്ടുള്ള. അയ്യോ ചിപ്പി ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ആസ് എ പേഴ്സണും ആസ് എ ആർട്ടിസ്റ്റും എന്ന രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം നമ്മൾ കുറേ സീരിയൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു പ്രൊഡ്യൂസർ ഇപ്പം ഞാനും ചേച്ചിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഒരു എപ്പിസോഡായിരിക്കും വരുന്നത്. അത് ഇപ്പം എനിക്ക് കാണുമ്പോൾ ഭയങ്കര നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ നല്ല രസമായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. അത് എപ്പിസോഡ് വരുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. കൃത്യമായിട്ട് പിറ്റേ ദിവസം ചേച്ചിയുടെ കോള് വന്നിരിക്കും, അപ്സര ആ എപ്പിസോഡിൽ നന്നായിട്ട് ചെയ്തു കേട്ടോ, ഭയങ്കര രസമായിട്ട് ചെയ്തിട്ട് പുള്ളിക്കാരി അതിൻ്റെ ഓരോ കാര്യങ്ങളും ഇപ്പം നമ്മുടെ കണ്ണുപോയ എക്സ്പ്രഷൻ, നമ്മുടെ ഡയലോഗ് പ്രസൻസ്, ഇതെല്ലാ കാര്യങ്ങളും പുള്ളിക്കാരി ഇത് എടുത്തിട്ട് നമ്മളെ വിളിച്ച് പറയും. അപ്പോൾ നമുക്ക് വീണ്ടും ചെയ്യാൻ പുള്ളിക്കാരി അത് ശ്രദ്ധിച്ചല്ലോ. ചേച്ചി ഉണ്ട് ആ എപ്പിസോഡിൽ,
അപ്പം കുറേ ആൾക്കാർ വേണ്ട അത് പുള്ളിക്കാരി പ്രൊഡ്യൂസർ അല്ലേ അതുകൊണ്ട് പ്രണയനെ അല്ല. അത് ഇതിനു മുമ്പും കുറേ പ്രൊഡ്യൂസേഴ്സിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്, സീരിയസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ അവർ നമ്മളടുത്ത് അപ്സര നമ്മൾ ഒരുമിച്ചുള്ള കോമ്പിനേഷൻ അപ്സര നന്നായിട്ട് ചെയ്തു എന്ന് വിളിച്ച് പറയുമ്പം നമുക്ക് കിട്ടുന്നൊരു ഇതുണ്ടല്ലോ. ആ ഒരു കാര്യത്തിൽ പുള്ളിക്കാരി ഈഗോ കാണിക്കുക ഒന്നിനും ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ മോട്ടിവേറ്റീവ് ആയിരുന്നു. നല്ല കാര്യങ്ങൾ നല്ലതെന്ന് തന്നെ പറയും. ആ കാര്യത്തിലൊക്കെ ചേച്ചി ഭയങ്കര ഇതാണ്. ഇപ്പോൾ ബിഗ് ബോസിൽ പോയതിന് ശേഷവും പോകുന്ന സമയത്ത് ഞാൻ ചേച്ചിയെ കണ്ടിട്ടാണ് പോയതിന് ശേഷവും ഇപ്പോഴും മെസ്സേജ് അയക്കലുണ്ട്. കഴിഞ്ഞ ദിവസം വിളിച്ചു. ആ ഒരു ബന്ധം ഇപ്പോഴും ഉണ്ട്. പുള്ളിക്കാരി തന്നെ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് മെസ്സേജ് അയച്ചില്ല. ഇപ്പോൾ ചേച്ചിക്ക് എന്തോരം സൗഹൃദങ്ങളുണ്ട്, എത്ര ബന്ധങ്ങളുണ്ട്. ഇപ്പം ഞാൻ അങ്ങനെ വിചാരിക്കണേ എന്നെക്കാളും എത്രയോ വലിയ വലിയ ആൾക്കാരുമായിട്ട് തോന്നും. പക്ഷെ എന്നിട്ടും നമ്മളിപ്പോൾ അങ്ങോട്ട് മെസ്സേജ് അയച്ചില്ലെങ്കിൽ പോലും എപ്പോഴെങ്കിലും ഇങ്ങോട്ട് ഓർത്തിട്ട് മെസ്സേജ് അയക്കൽ ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു പുറത്ത് നിർത്തി. അതെ, ഇതാണ് എന്റെ ചെറിയ വീട്. ട്രോഫീസ് ഒക്കെ ഉണ്ടല്ലോ. ട്രോഫീസ് അത് അവിടുത്തെ ബിഗ് ബോസിന്റെ ഓർമ്മകളാണ്. എന്റെ ഫസ്റ്റ് എൻട്രി ഇത് പൊട്ടിപ്പോയി. അത് ബാഗിൽ വന്നപ്പോഴേ അവർ ലഗേജ് അയച്ചപ്പോ എല്ലാം കൂടി ഒരുമിച്ചിട്ട് അവരിങ്ങനെ അയച്ചതല്ലേ. അല്ല, എനിക്കൊന്നും എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ വെച്ചപ്പോ പൊട്ടിപ്പോയതായിരിക്കാം. പക്ഷെ ഞാനത് അങ്ങനെ കളയാൻ പറ്റില്ലല്ലോ. ഫസ്റ്റ് ലീഡർ ഒട്ടിച്ചു വെക്കാം. ഫസ്റ്റ് ലീഡർ ഇടും ലാലേട്ടന്റെ സൈൻ ആട്ടോ. ലാലേട്ടൻ ചെയ്ത സൈനാ അത്. ലാലേട്ടന്റെ ഒറിജിനൽ സൈൻ ഇത് ലാലേട്ടന്റെ ഒറിജിനൽ സൈനാണ്. ലാലേട്ടൻ ഞാനായിട്ടുള്ളൊരു ഫോട്ടോ. പിന്നെ എനിക്ക് ബെസ്റ്റ് ക്യാപ്റ്റൻ കിട്ടിയ ഇത്. പിന്നെ ഇത് ഞങ്ങൾക്ക് മറ്റേ ഹോട്ട്സ്റ്റാർ ഇതില് ഞങ്ങളുടെ ടീമായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ റീച്ച് ആയിട്ടുള്ള ഒരു ടീമായിരുന്നു. ടീം നെസ്റ്റ്. അപ്പൊ എല്ലാരും ഞങ്ങൾ പുറത്തു നോക്കുമ്പോഴേ കളിയാക്കും. പിന്നെ ഇതൊക്കെ എനിക്ക് കിട്ടിയ അവാർഡുകളാണ്. ടെലിവിഷൻ അവാർഡ് അല്ല, സ്റ്റേറ്റ് അവാർഡ്, ഏഷ്യാനെറ്റ് അവാർഡ്, കൈരളി, സ്റ്റാർ മ്യൂസിക്കിന്റെ ഗ്രാൻഡ് ഫിനാലെ വിന്നർ ആയിരുന്നിട്ടുണ്ട്, പ്രേം നസീർ അവാർഡ്. പിന്നെ ഇത് മറ്റേ പോലീസ് അസോസിയേഷന്റെ ആദരവ്. പാട്ട് അത് ഏഷ്യാനെറ്റിൽ സ്റ്റാർട്ട് മ്യൂസിക് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കരമായിട്ട് പാട്ട് കേൾക്കുന്ന ആളാണ്. ഭയങ്കര അഡിക്റ്റ് ആണ് ഞാൻ പാട്ട് കേൾക്കാൻ. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പാട്ട് പാടുന്ന ഒരാളെ കല്യാണം കഴിക്കാന്ന്. സീരിയസ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പാട്ട്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കേൾക്കലുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് മ്യൂസിക് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമില് എപ്പോൾ പോയാലും ഞങ്ങളാ സാന്ത്വനം ടീമായിരുന്നു വിൻ ചെയ്തുകൊണ്ടിരുന്നത് ആ എപ്പിസോഡിൽ. അപ്പോൾ ഗ്രാൻഡ് ഫിനാലേക്ക് സാന്ത്വനം ടീമായിരുന്നു വിൻ ചെയ്തത്. അപ്പോൾ അതിന് കിട്ടിയ വലിയ ട്രോഫിയാണ്. ഒറ്റ ഗ്രാൻഡ് ഫിനാലെ ഉണ്ടായിട്ടുള്ള ആ ഗ്രാൻഡ് ഫിനാലിൽ ട്രോഫി എടുത്ത് ഞങ്ങൾ ചരിത്രമാണ്. പാട്ട് പാടാനായിട്ട് നോക്കിയിട്ടുണ്ടോ? അങ്ങനത്തെ ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും ഞാൻ അതുകൊണ്ട് ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും ഞാൻ നിൽക്കാറില്ല. എൻ്റെ എനിക്ക് അറിയണ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് ഞാൻ ചെയ്യും. പക്ഷെ ഡാൻസ് കളിക്കൂലേ? ഡാൻസ് ഇപ്പൊ കളിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ ഇഷ്ടം, അറിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടം. അറിയാത്ത കാര്യങ്ങൾ ഇപ്പോൾ സീസൺ 6 അപ്സര ബിഗ് ബോസിലേക്ക് പോകുന്നത്. കാരണം ഏഷ്യാനെറ്റിലായതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് നേരത്തെ വിളികൾ വന്നിട്ടുണ്ടാവാം എന്ന് കരുതുന്നു. അങ്ങനെ നേരത്തെ എന്തെങ്കിലും വിളികൾ വന്നിട്ടുണ്ടോ? സീസൺ 2 വിളിച്ചിട്ടുണ്ടായി. പക്ഷെ അന്ന് ഞാൻ സീരിയലിലൊന്നും ഇത്ര വലിയ ഈ പറഞ്ഞ ഹൈപ്പൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ പക്ഷേ ഏഷ്യാനെറ്റിൽ വിളിച്ചു. അന്ന് ഫസ്റ്റ് ഓഡീഷനാണ് വിളിക്കണേ. ഫസ്റ്റ് ഓഡീഷൻ അന്ന് മറ്റേ ഫോണിലായിരുന്നു, ലൈക്ക് മറ്റേ സൂം ആപ്പ് വഴിയുള്ള ഓഡീഷനായിരുന്നു. പക്ഷെ പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ സാന്ത്വനത്തിൽ ജോയിൻ ചെയ്തു. എനിക്ക് മേ ബി ചിലപ്പം ഏഷ്യാനെറ്റിൽ തന്നെ വേറെ പ്രോജക്റ്റ് ജോയിൻ ചെയ്തുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ പിന്നെ അതിൻ്റെ ഒരു അറിവുണ്ടായില്ല. പിന്നെ വിളിക്കുന്ന സീസൺ 6 എൻ്റെ ലക്കി നമ്പറാണ് 6. പക്ഷെ വെറുത്തു ഞാൻ കട്ട് ചെയ്തു. ഒരുപാട് വിഷമങ്ങളുണ്ടല്ലേ? ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടോ? അല്ല, നേരത്തെ ഉള്ളൊരു ഹാപ്പിനെസ്സും കാര്യങ്ങളും ഒന്നും ഇല്ല. ഉണ്ട് ഇല്ല, ഫേസിൽ ഒത്തിരി അങ്ങോട്ട് എത്തുന്നില്ല. മേക്കപ്പ് പറഞ്ഞോണ്ടായിരിക്കും. ഈ സീസൺ 6 സൗഹൃദങ്ങളും ഒക്കെ എങ്ങനെ പോകുന്നു? സീസൺ 6 സൗഹൃദങ്ങൾ കുറേ സൗഹൃദങ്ങളുണ്ട്. എല്ലാവരുമായിട്ട് സൗഹൃദമുണ്ട്. പക്ഷെ എല്ലാവരുമായിട്ടും ഭയങ്കര സൗഹൃദമാണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല. പക്ഷെ എല്ലാവരുമായിട്ട് സൗഹൃദമുണ്ട്. ഞാൻ അങ്ങനെ അധികം ആൾക്കാരുടെ അടുത്ത് അങ്ങനെ അടി വഴക്കൊന്നും വെക്കുന്ന ഒരാളല്ല. എനിക്ക് എല്ലാ സൗഹൃദങ്ങളും ഇഷ്ടമാണ്. എല്ലാവരുമായിട്ട് ഒരു കോണ്ടാക്ട്സും സൗഹൃദമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ ഭയങ്കര ഡീപ്പായിട്ടുള്ളത് റസ്മിനായിട്ട് ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു സൗഹൃദമുണ്ട്. പിന്നെ അഭിഷേക് ജയദീപ് അഭിഷേക് ഞാനായിട്ട് ഭയങ്കര കുറേ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറേ യാത്രകൾ, എനിക്ക് തോന്നുന്നു ഞാൻ ബിഗ് ബോസിൽ വെച്ചിട്ട് ഒട്ടും അങ്ങനെ വലിയ കമ്പനിയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല വിചാരിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ വലിയ കമ്പനിയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചുള്ള അഭിഷേക്
പക്ഷെ പുറത്തിറങ്ങിയിട്ട് അവന് ഭയങ്കര അവനോടൊരു ബോണ്ട് ഉണ്ടായി. ജാൻമണി ചേച്ചിയായിട്ട് ഭയങ്കര ഇതാ, നിഷാന ചേച്ചി, പിന്നെ റസ്മിനുമായിട്ട് അവിടെ വെച്ചും പുറത്തും അകത്തും ഞങ്ങൾ ഭയങ്കര ബോണ്ടായി. എന്ത് കാര്യം ഉണ്ടെങ്കിലും, ഈവൻ എന്ത് വിഷമം ഉണ്ടെങ്കിലും, എന്ത് നല്ല കാര്യം വന്നാലും നമുക്ക് ഷുവറായിട്ട് വിളിച്ച് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് ഭയങ്കര പ്യുവർ സോളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് റസ്മിനാണ്. ഇപ്പൊ റസ്മിൻ കഴിഞ്ഞ ദിവസം മറ്റേ കല്യാണം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ റസ്മിൻ്റെയോ? അല്ലെന്ന് സിജോടെ കല്യാണം. സിജോ ചേട്ടൻ. റസ്മിൻ ഇവിടെ ഇല്ലായിരുന്നു, അവള് ദുബായിലായിരുന്നു. ഇല്ലെങ്കിൽ അവൾ ഉറപ്പായിട്ട് വന്നേ. അവള് നാട്ടിലില്ലായിരുന്നു, ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നിട്ടേ ഉള്ളൂ. വന്ന് കണ്ടോ? പിന്നെ ഉറപ്പായിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്തു. ഇപ്പൊ 2-3 ദിവസം മുന്നേ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി ഇപ്പൊ നാട്ടിൽ വന്നതിന്റെ ഒരു ഇങ്ങനെ തിരക്കിൽ നടക്കുകയാണ്. ഈ ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷം അതിൻ്റെ അകത്തുള്ളൊരു വഴക്കും കാര്യങ്ങളൊക്കെ പുറത്തും പലരും പ്രകടിപ്പിക്കാറുണ്ടെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഉണ്ട് കേട്ടോ, പക്ഷെ തീരെ കോണ്ടാക്ട് ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അതാണ് പേരൊന്നും പറഞ്ഞില്ല. അപ്പം അതിനുള്ളിൽ വെച്ചിട്ട് ചെറിയ പിണക്കങ്ങൾ. ഇപ്പം ഞാൻ ഋഷി അതിനകത്ത് ഭയങ്കര അടിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ അവിടെ അടി ഉണ്ടാക്കിയിട്ടുള്ളത് റോക്കി ചേട്ടൻ കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീട്ടിലേക്ക് അമ്മയുടെ അടുത്തൊക്കെ അല്ലെങ്കിൽ വീട്ടിൽ എൻ്റെ ചേട്ടന്മാരുടെ അടുത്തൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇപ്പം വഴക്കുണ്ടാക്കുമ്പോഴുണ്ടല്ലോ, നീ അവിടെ റോക്കിയുടെ അടുത്ത് കിടന്ന് സംസാരിച്ച പോലെ എന്നോട് ഇപ്പം അത് വെച്ചിട്ട് ആൾക്കാരെന്നെ ഇതാക്കുക. ഇപ്പോൾ റോക്കി ചേട്ടൻ കഴിഞ്ഞാൽ പിന്നെ ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുള്ളത് ഋഷീൻ്റെ അടുത്താണ്. പക്ഷെ ഋഷി ഞാനും പുറത്തിറങ്ങിയതിന് ശേഷം അങ്ങനെ വലിയ മെസ്സേജ് അയക്കലോ വിളിക്കലോ ഒന്നുമില്ല. പക്ഷെ എവിടെ വെച്ച് കണ്ടാലും ഓടി വന്ന് ഹഗ് ചെയ്യാൻ പറ്റുന്ന പോലെ, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്ന, വിശേഷങ്ങൾ പറയുന്ന പോലെ ഒരു 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 പരിഭവമില്ലാത്തൊരു സ്നേഹം ഞങ്ങളുടെ ഇടയിൽ ഉണ്ട്, ഞാൻ ഋഷി. പക്ഷെ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പുറത്തിറങ്ങിയാൽ ഒട്ടും ഞാൻ സംസാരിക്കില്ല വിചാരിച്ച ഒരാൾ ഋഷിയായിരുന്നു. കാരണം ഋഷി ഞാൻ തമ്മിൽ അമ്മാതിരി വഴക്കുണ്ടാക്കിയിട്ടുണ്ട് അവിടെ. പക്ഷെ എനിക്ക് പുറത്തിറങ്ങിയതിന് ശേഷം ഭയങ്കര പാവൻ, ബേസിക്കലി ഭയങ്കര പാവമാണ്. അപ്പം അതുകൊണ്ടായിരിക്കാം ഉള്ളിൽ അത് വെക്കാണ്ട് പുറത്തിറങ്ങിയതിന് ശേഷം ആ ഒരു എപ്പോൾ എവിടെ വെച്ച് കണ്ടാലും ആ ഋഷി അല്ലെങ്കിൽ ആ അപ്സര പറഞ്ഞിട്ട് ഞങ്ങളോട് പോയി ഹഗ് ചെയ്ത് വർത്താനം പറഞ്ഞ് അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ അതിൽ ചില ആൾക്കാരുമായിട്ട് ഒരു കോണ്ടാക്ട് അറിയില്ല. അവിടെ ഇപ്പം ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് അയ്യോ ആളുമായിട്ട് ഭയങ്കര ബോണ്ടാണല്ലോ, നിങ്ങൾ ഭയങ്കര കമ്പനിയാണല്ലോ, ലൈക്ക് ബ്രദർ സിസ്റ്റർ അതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ ആളുമായിട്ട് ആള് പുറത്തിറങ്ങിയതിന് ശേഷം ഒരു മെസ്സേജ് പോലും അയക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഈ സീസൺ. യെസ്. അയ്യോ അപ്സരയുടെ ബ്രദറിനെ പോലെയുണ്ട്, നിങ്ങൾ ഇത്ര ബോണ്ടായിരുന്നോ? ഞാനൊക്കെ ഇറങ്ങിയ സമയത്ത് പൊട്ടിക്കരയിലായിരുന്നു. ഞാൻ ചോദിച്ചു ഇത്ര സ്നേഹം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു വിചാരിച്ചു. പുറത്തിറങ്ങിയതിന് ശേഷം ആളെവിടെയോ ആയി. അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയുണ്ട്. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറേ ആൾക്കാരായിട്ട് നല്ല സൗഹൃദം ഉണ്ടായിട്ടുണ്ട്. എന്നും സിജോ ചേട്ടനായിട്ട് ഞാൻ ഭയങ്കര കൂട്ടാണ്, സായി ചേട്ടനാണ് നല്ല കൂട്ടാണ്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, ഇവൻ ജിൻഡോ ചേട്ടൻ, എല്ലാവരുമായിട്ടും ഒരു സൗഹൃദം കീപ്പ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷെ ഒരു കോണ്ടാക്ട് ഇല്ലാത്ത ആൾക്കാരും ഉണ്ട് സീസൺ 6 ഉണ്ട്. എല്ലാവരും ഉണ്ടോ ഈ ഫോട്ടോയ്ക്കകത്തുണ്ടോ അവര്? ശരിയാണ്. എന്നിട്ട് ഇവര് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഞാൻ ഇറങ്ങിയ സമയത്ത് തന്നെ മെസ്സേജ് അയച്ചു. എന്റെ ബർത്ത്ഡേ സമയത്തൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഒരു ബിസി ആയിരുന്നു. ആ ബർത്ത്ഡേ ഭയങ്കര ഇതായിരുന്നു, നല്ലായിരുന്നു. കാരണം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്ത് പെട്ടെന്ന് ഉണ്ടായൊരു ബർത്ത്ഡേ ആയിരുന്നു. കാരണം ഞാൻ ഇറങ്ങിയ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളൊക്കെ ഇങ്ങനെ പോകുമായിരുന്നു. അപ്പം എനിക്കൊരു മൈൻഡ് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ആക്ച്വലി അങ്ങനെ ചെയ്തതാ. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനപ്പുറം ഒരു രസമായി പോയി അത്. എന്തായിരുന്നു ഭയങ്കരമായിട്ട് മൈൻഡ് ഭയങ്കര സങ്കടത്തിലാണ് പോയിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞത്? ഒന്നും അറിയാത്ത പോലെ എല്ലാം ഉണ്ടാക്കി. അല്ല വേറൊന്നുമില്ല, ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സമയത്തായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹിച്ചിട്ട് കിട്ടിയൊരു പ്ലാറ്റ്ഫോമാണ് അത്, ബിഗ് ബോസ്. ഞാൻ അത്ര ആഗ്രഹിച്ചു പോയ ഒരാളാണ്. അപ്പം ഞാൻ ഫൈനൽ ഓഡീഷൻ എന്നെ വിളിക്കുന്നത്, അതിൽ തന്നെ സെലക്ട് ആവുകയും ചെയ്തു. അപ്പോൾ അവിടെ പോയപ്പോഴും ഞാൻ അവരെന്നോട് പറഞ്ഞു, അപ്സര നമ്മളെ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വരുമല്ലോ, അപ്സരയിൽ നിന്ന് നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തരുന്ന ശമ്പളത്തിന് ഒരിക്കലും നിങ്ങൾക്ക് കൊടുക്കണ്ടായിരുന്നു എന്ന് തോന്നേണ്ട ഒരു അവസരം ഞാൻ ഉണ്ടാക്കില്ല. ഞാൻ എൻ്റെ മാക്സിമം എൻ്റെ എഫേർട്ടും അത് ഞാൻ അവിടെ ചെയ്യും. എന്തൊക്കെ ചെയ്യുമെന്ന് ഞാനിപ്പോൾ മോഹന വാഗ്ദാനങ്ങളൊന്നും പറയാൻ എനിക്കറിയില്ല. പക്ഷെ ഒരിക്കൽ പോലും ഇവരെ വെച്ചത് മോശമായി പോയല്ലോ, ഇവരെ ചൂസ് ചെയ്തത് ഓപ്ഷനായി മോശമായി പോയി എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരില്ല എന്ന് പറഞ്ഞു. അതെനിക്ക് 100% അവിടെ കാണിക്കാൻ പറ്റിയെന്ന് എൻ്റെ ഒരു വിശ്വാസം. എനിക്കറിയില്ല, കാരണം ഫസ്റ്റ് ഡേ തൊട്ട് ഞാൻ ഇറങ്ങുന്നത് 78ാമത്തെ ദിവസം, ഒരു മത്സരാർത്ഥി എന്ന രീതിയിൽ 78ാമത്തെ ദിവസം ഞാൻ അവിടെ ഇറങ്ങുന്നത്. ഈ 78 ദിവസവും എൻ്റെ എനിക്ക് ഞാനെന്ന വ്യക്തിയായാലും ഒരു കണ്ടസ്റ്റൻ്റ് എന്ന രീതിയിലായാലും എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് എൻ്റെ ഒരു വിശ്വാസം.
അപ്പോൾ നമ്മൾ അത്രയും എഫേർട്ട് ഇട്ട് അവിടെ നിന്നിട്ടും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നത് എനിക്ക് ഭയങ്കര ഒരു വിഷമമായി. ഞാൻ എക്സ്പെക്ട് ചെയ്ത അറ്റ്ലീസ്റ്റ് ഒരു ഫൈനൽ 5 വരെയൊക്കെ വരാനുള്ളതുണ്ടായിരിക്കും, എനിക്കറിയില്ല, ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നു. ഇറങ്ങിയതിന് ശേഷവും ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കുറേ റീസണുകൾ, എനിക്കറിയില്ലല്ലോ, ഞാൻ ഇറങ്ങിയ സമയത്ത് ഞാൻ കേൾക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം അവിടെ നിന്ന് ഇവിടെ നിന്നും ഇപ്പം പറയുന്നതല്ല പിന്നെ പറയുന്നത്, അങ്ങനെ കുറേ റീസണുകൾ ഇങ്ങനെ വരുന്നു, കുറേ ക്വസ്റ്റ്യൻസ് വരുന്നു, കുറേ പ്രശ്നങ്ങൾ, ഞാൻ പോലും അറിയാത്ത കുറേ പ്രശ്നങ്ങൾ എൻ്റെ തലയിൽ വന്ന് വീണു. അപ്പം എനിക്കറിയില്ല, അങ്ങനെ കുറേ ട്രോമകൾ, ഇങ്ങനെ കുറേ ഇഷ്യൂസ്, കുറേ അലിഗേഷൻസ്, കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അതിൻ്റെതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 3 മാസക്കാലം ഒരു ട്രോമയിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞില്ല, അതെന്തൊക്കെയായിരുന്നു ട്രോമ എന്ന് പറഞ്ഞത്? കുറേ ഉണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ ലൈഫിലൊരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആയിട്ടാണ് ആ ഒരു പ്ലാറ്റ്ഫോമിനെ കണ്ടത്. എനിക്ക് എന്തൊക്കെയോ ഒരു വലിയ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈഫിൽ, കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്, കുറേ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രൊഫഷനിൽ ഇതുവരെ എത്തി. കാരണം എൻ്റെ അച്ഛൻ, ഞാൻ ചെറുപ്പത്തിലാണ് മരിക്കുന്നത്, പിന്നെ അമ്മയാണ് ഞാനൊരു ചേച്ചിയാണ്. അപ്പോൾ ഞങ്ങളെ വളർത്തിയതൊക്കെ അമ്മയാണ്. സാധാരണ ഒരു നാട്ടുമ്പുറത്താണ് ജനിച്ചത് വളർന്നതൊക്കെ. അപ്പോൾ ഇപ്പം നിങ്ങൾക്കറിയാം, ഒട്ടും പുരോഗമനമില്ലാത്തൊരു സാധാരണ ഗ്രാമപ്രദേശം, സീരിയസ് ആയിട്ട് ഒരു സാധാരണ ഗ്രാമത്തിലാണ് ഞങ്ങൾ ജനിച്ചതും വളർന്നതും. ഇപ്പോഴും അവിടെ തന്നെയാണ് ഞങ്ങൾ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഞങ്ങൾ അവിടെ തിരുവനന്തപുരം സിറ്റിയിൽ വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ടൂർ വരണ പോലെയാണ് വരുന്നത്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് ആ ഒരു ഇതിൽ അത്ര ഒരു സ്ഥലത്ത് വരിക, അപ്പം സിനിമ അല്ലെങ്കിൽ സീരിയൽ എന്ന് പറയുന്ന വലിയൊരു ലോകത്തൊന്ന് എത്തിപ്പെടുക. അവിടെ നിന്ന് ദിവസം എനിക്ക് മോശമായ ഒരു അനുഭവം ഈ ഒരു 10-11 വർഷത്തിനിടയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അവിടെ അത്രയും അപ്പം നമ്മൾ അങ്ങനെയൊക്കെ പിടിച്ച് നിന്ന് ഈ ഒരു വർഷം അത്യാവശ്യം പേരെടുത്ത് നിൽക്കണം, നല്ല രീതിയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എത്രത്തോളം സ്ട്രഗിൾ ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ. അപ്പോൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് നമ്മൾ വന്നു. അപ്പോൾ അത്രയും ആഗ്രഹിക്കുന്ന ടെലിവിഷനിലെ ഏറ്റവും ബെസ്റ്റ് ഒരു ഷോയാണ് ബിഗ് ബോസ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഷോയിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക, അവിടെ എൻ്റെ മാക്സിമം ഞാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആണ്. ആസ് എ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ എനിക്ക് എൻ്റെ ലൈഫിൽ ഇന്നവരെ ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ക്യാരക്ടർ എനിക്ക് ലൈഫിൽ കിട്ടിയിട്ടില്ല. എനിക്ക് എപ്പോഴും ഈ ചേട്ടത്തി ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു വില്ലത്തി ക്യാരക്ടർ, സീരിയസ് ആയിട്ട് വില്ലത്തി ക്യാരക്ടർ, അങ്ങനത്തെയൊക്കെ ക്യാരക്ടറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് ഒരു മെയിൻ ലീഡ് ക്യാരക്ടർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എനിക്ക് കുറച്ചും കൂടി എന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന, എൻ്റെ ടാലൻറ്റുകൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടെ ആയിട്ടാണ് ഞാനത് കണ്ടത്. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, ലൈക്ക് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് അത്ര നല്ല ക്യാരക്ടേഴ്സ് കിട്ടും, എൻ്റെ ലൈഫിലൊരു ചേഞ്ച് വരും, കുറേ കാര്യങ്ങളൊരു വ്യത്യാസം വരും എന്ന് വിചാരിച്ച് പുറത്തിറങ്ങുമ്പോൾ ഞാൻ എന്തുണ്ടാക്കി വെച്ചോ അതിൻ്റെ ഭയങ്കര താഴെ പോയി. ഞാൻ ലൈക്ക് കുറേ കാര്യങ്ങൾ ലോസ്റ്റായി പോയി. ഞാൻ പ്രതീക്ഷിച്ച് ഇങ്ങനെ എൻ്റെ ഒപ്പം ഉണ്ടാവും എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് വന്നത് അതുമില്ല. നിലവിലുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് പോവുകയും ചെയ്തു. സോ ഞാൻ ഭയങ്കര ലോസ്റ്റായിപ്പോയി, ഒറ്റപ്പെട്ട പോയൊരവസ്ഥ, എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നിയൊരവസ്ഥ. നമ്മൾ ഭയങ്കരമായിട്ട് ഞാൻ കുറച്ച് നാൾ ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തു. പിന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ എന്നെ ഭയങ്കരമായിട്ട് കുറേ എന്നെ ഭയങ്കരമായിട്ട് ദ്രോഹിച്ചു. കാരണം എനിക്കറിയില്ല, ഇപ്പോഴും ലിറ്ററലി പറയാൻ എനിക്കറിയില്ല എന്തിനാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കുറേ, എല്ലാവരും ഞാൻ പറയുന്നില്ല കേട്ടോ, പക്ഷെ കുറച്ച് പേരെങ്കിലും നിങ്ങൾക്ക് തന്നെ അറിയാം, മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾക്ക് തന്നെ അറിയാം, കുറച്ച് മീഡിയാസെങ്കിലും എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കുറേ. ഞാൻ ഇന്നേ വരെ എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഒരു മീഡിയ പേഴ്സൻ്റെ അടുത്ത് പോലും, എൻ്റെ അടുത്ത് എനിക്കെതിരെ മോശമായിട്ട് പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് പോലും എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ വളരെ മാന്യമായിട്ട് പെരുമാറുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കറിയില്ല എന്തിൻ്റെ ബേസിലാണ്. ചിലപ്പം അവരുടെ ചാനൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇന്ന ആളെ പറയുമ്പോൾ കുറച്ച് റീച്ച് കിട്ടും. പക്ഷേ എപ്പോഴും വിഷമമാണ് ആ കാര്യത്തിൽ. കാരണം എനിക്ക് വേറെ ഒന്നും അവരോടിപ്പോൾ അവർക്കെതിരെ കേസ് കൊടുക്കാനോ അവരെ തെറി വിളിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല, ഞാൻ അങ്ങനെ വരുമില്ല. പക്ഷെ അതിലൊരു വിഷമം എന്ന് വെച്ചാൽ ദ്രോഹിച്ചിട്ട് എന്തിനാ പൈസ ഉണ്ടാക്കണേ. അപ്പം അങ്ങനെ കുറേ ദ്രോഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറേ നാളിങ്ങനെ എല്ലാം ലോസ്റ്റായി പോയുള്ള ഒരാളുടെ ഒരു അവസ്ഥയായിരുന്നു. സത്യം പറഞ്ഞാൽ ജീവിച്ചിരിക്കണമെന്ന് പോലും ചിന്തിച്ചു പോയി. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ ഓവർകം ചെയ്തു വന്നു. ലൈക്ക് ഫാമിലി ഒപ്പം ഉണ്ടായിരുന്നു, കുറേ സൗഹൃദങ്ങളും ഒപ്പം ഉണ്ടായിരുന്നു. സൗഹൃദം മീൻസ് ഫാമിലി ഫ്രണ്ട്സ് ആട്ടോ, അല്ലാതെ ഇപ്പം ഒരിക്കലും എൻ്റെ സീരിയലിലെ സൗഹൃദങ്ങളോ അല്ലെങ്കിൽ ബിഗ് ബോസ് നിന്ന് കിട്ടിയ സൗഹൃദം, ആ സൗഹൃദങ്ങളല്ല. നമ്മൾ എൻ്റെ ചെറുപ്പം മുതൽ എന്നെ അറിയുന്ന എൻ്റെ ചേട്ടന്മാരുടെ സ്ഥാനത്തും എൻ്റെ ചേച്ചി അമ്മയുടെ സ്ഥാനത്തൊക്കെ കാണുന്ന കുറേ അങ്ങനത്തെ എൻ്റെ ഫാമിലിയിലുള്ള സൗഹൃദങ്ങൾ എല്ലാവരും എൻ്റെ ഒപ്പം നിന്നു. അവരുടെ കുറേ കാര്യങ്ങൾ മാറ്റി വെച്ച് എന്നെ മോട്ടിവേറ്റ് ചെയ്തു, എൻ്റെ ഒപ്പം നിന്ന്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു പരിധി വരെയൊക്കെ എനിക്ക് അതൊന്ന് ഓവർകം ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, വരാൻ പറ്റി. ഇപ്പം ഇങ്ങനെയെങ്കിലും ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതൊക്കെ മനസ്സിലൊരു ലൈക്ക് ഞാൻ എപ്പോഴും പറയും, കുറേ ആൾക്കാർ ആരോപണങ്ങൾ, എനിക്ക് നല്ല ആരോപണങ്ങളൊക്കെ ഇഷ്ടമാണ്. കാരണം അതൊക്കെയാണ് എനിക്ക് പിന്നെ വീണ്ടും ഞാൻ മോട്ടിവേഷനായിട്ട് എടുക്കാറുണ്ട് ഇപ്പോൾ. പിന്നെ
ജയിച്ച് കാണിക്കണം എന്നുള്ളൊരു മോട്ടിവേഷൻ. ഒരു ഭയങ്കര ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയിരുന്നു. യെസ്, ഓഫ് കോഴ്സ്. സീരിയസ് ആയിട്ട് തീർച്ചയായിട്ടും പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞെങ്കിൽ എല്ലാം ലോസ്റ്റായി പോയൊരു, അത് എത്ര പേർക്ക് അങ്ങനെ ഒരു ഫീലിങ്സിലൂടെ കടന്നു പോയിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. അത് പോയവർക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് എന്തോ ഒരു സംഭവം നമുക്ക് കിട്ടാൻ പോവാണ് എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലൊരു ഭയങ്കര മാറ്റം വരാൻ പോവാണ്. നമ്മൾ ഈ നിലവിലുണ്ടായിരുന്ന, ഞാൻ ഭയങ്കര സ്വപ്നജീവിയാണ്, ഭയങ്കരമായിട്ട് സ്വപ്നം കാണുന്ന ഒരാളാണ്, അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയും നമുക്കത് കിട്ടി, നമ്മളിനി മാറാൻ പോവാ, നമ്മൾ വേറെ ഇതിലേക്ക് പോവാന്ന് വിചാരിച്ചത് അതുവരെ ഉണ്ടാക്കിയത് വരെ പോയി ഒന്നുമില്ലാണ്ടൊരവസ്ഥയിൽ നമ്മളിപ്പം ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കുറേ ഫാമിലി സുഹൃത്തുക്കളുണ്ട്, നമ്മൾ ആരോഗ്യപരമായിട്ട് എല്ലാ ഇതാണെന്ന് വിചാരിക്കും. പെട്ടെന്നൊരു നിമിഷം ഇതൊന്നും ഇല്ലാണ്ട് നമ്മൾ നട റോഡിൽ ഒറ്റപ്പെട്ടു പോയൊരു അവസ്ഥ ആലോചിച്ച് നോക്കി. ആ ഒരു അവസ്ഥയിൽ നിൽക്കേണ്ടി വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആ ഒരു ട്രോമ എനിക്ക് അറിയത്തില്ല എത്ര പേർക്ക്. നമുക്ക് എല്ലാം ഉണ്ടായിരുന്നിട്ട് പെട്ടെന്ന് ഒന്നും ഇല്ലാതായി പോകുന്നൊരവസ്ഥ, അത് എത്ര പേർക്ക് അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കല്ല. പക്ഷെ അനുഭവിച്ച ആൾക്കാർക്കൊക്കെ അറിയാം, വല്ലാത്തൊരു ഭീകരമായ അവസ്ഥയാണ്. നമുക്കപ്പോൾ നമ്മുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോയി. പക്ഷെ ഇപ്പോൾ സെറ്റായി വരുന്നുണ്ട്. പുറത്തുനിന്നുള്ള ആൾക്കാരുടെ ചില വാക്കുകളായിരിക്കുമോ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടാവാൻ കാരണം? എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിൽ പോയ സമയത്ത് ഒരു സംസാരം ഉണ്ടായിരുന്നു, മാരാരുടെ ഒരു സംസാരം ഉണ്ടായിരുന്നു. അവിടെ പോയവരിൽ എല്ലാവരും ബെഡ് ഷെയർ ചെയ്തിട്ടാണ് പോയെന്നുള്ളൊരു സംസാരവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല. അപ്പം ഞാൻ സത്യം പറയാമല്ലോ, ഞാൻ ഇവിടെ നിന്ന് പോണ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഓഡീഷനൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ലാസ്റ്റ് ഫൈനൽ ഓഡീഷൻ എന്നെ വിളിക്കുന്നത്. ഞാൻ ആ സമയത്ത് ഏഷ്യാനെറ്റിൽ ഒരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുക, സൂര്യ ടി വിയിൽ ഒരു പ്രൊജക്റ്റും ചെയ്തുകൊണ്ടിരിക്കുക. ആ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ പ്രൊജക്റ്റിലെ ആൾക്കാർക്കൊക്കെ അറിയാം. ഏറ്റവും ലാസ്റ്റ് മിനിറ്റാണ്, എനിക്ക് ലാസ്റ്റ് മന്ത് എന്തോ സ്റ്റാർട്ട് ചെയ്യുന്നതിനും ലാസ്റ്റ് മന്താണ് മുന്നെയാണ് എന്നെ ഓഡീഷന് വിളിക്കുന്നത്. ഡയറക്റ്റ് ഞാനും എൻ്റെ ഹസ്ബൻഡും അൽബിച്ചേട്ടനും കൂടിയിട്ടാണ് ഓഡീഷന് പോകുന്നത്. കൊച്ചിയിൽ പോയി ഓഡീഷൻ കഴിഞ്ഞു. ഓഡീഷൻ വെച്ചാൽ വേറെ ഒന്നുമില്ല, ഒരു റൂമിൽ അവർ ക്യാമറ വെച്ചിട്ട് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആസ് എ പേഴ്സൺ അവർക്ക് എന്താണെന്ന് അറിയണം. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വന്ന് നമ്മളതെങ്ങനെ ഹാൻഡിൽ ചെയ്ത് പറയും. ഇപ്പോൾ നിങ്ങളും ഞാനും സംസാരിക്കുന്ന പോലെ അവർ വർത്താനം പറഞ്ഞു, അത് ഷൂട്ട് ചെയ്തു, ഒരു പോയി. അത് കഴിഞ്ഞിട്ട് ഓക്കെയാണ്, കൺഫേം ആണെന്ന് പറഞ്ഞു. പിന്നെ കുറേ കഴിയുമ്പോൾ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം, ഇത് പുറത്ത് പറയാൻ പാടില്ല. ഞാൻ കോൺഫിഡൻഷ്യലായിട്ട് തന്നെ വെച്ചു. ഓവറായി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇതെല്ലാവരും പുറത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു വെച്ചിട്ടാണ്, ഞാൻ മാത്രം കോൺഫിഡൻഷ്യൽ, ഇച്ചിരി ആത്മാർത്ഥത കൂടുതലുള്ള ആളാണ് ഞാൻ. കോൺഫിഡൻഷ്യൽ കൂടിപ്പോയി എനിക്ക്. പക്ഷെ അവിടെ ചെന്ന് മാക്സിമം നിന്നില്ലേ, 77 ദിവസം എന്ന് പറയുമ്പോൾ അത്ര നിസ്സാര കാര്യമല്ല. 78 ദിവസം അത്ര നിസ്സാര കാര്യമല്ല. അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു ഞാനായിട്ട് ഒരിക്കലും ഒരു ചിത്തപ്പേര് ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അഹങ്കാരി എന്നൊക്കെ ചില ആൾക്കാർ പറയണം, ഇച്ചിരി അഹങ്കാരമൊക്കെ വേണ്ടേ നമുക്ക് ജീവിക്കുമ്പോൾ. അല്ലാതെ ഞാനായിട്ടൊരു മോശപ്പേര് ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അങ്ങനെ 78 ദിവസം നിന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ലേ, അത് ആ കാര്യത്തിൽ ഞാൻ പ്രൗഡാണ്. അപ്പോൾ ആ സമയത്താണെങ്കിലും ഒരിക്കലും എൻ്റെ അമ്മയോ എൻ്റെ ചേച്ചിയോ, ചേച്ചിയുടെ മോന് 7 വയസ്സുണ്ട്, എൻ്റെ സിദ്ധൂട്ടനോ അയ്യോ നിൻ്റെ ഇളയമ്മ അവിടെ കിടന്ന് കാണിച്ച എന്താണെന്ന് ആരും പറയില്ല. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ അമ്മയാണെങ്കിൽ പോലും ഇപ്പോൾ ആൾക്കാർ അവൾ നല്ല ആയിരുന്നു, നമ്മൾ ഫൈനൽ 5 വരെയൊക്കെ വരുമെന്ന് വിചാരിച്ചു, നല്ല കുട്ടിയാട്ടാ. അങ്ങനെ അല്ലാണ്ട് ഇതുവരെ അല്ല, എൻ്റെ സിദ്ധൂട്ടന് 7 വയസ്സുള്ളൂ, കുഞ്ഞു മോനെ അവൻ, ചേച്ചിയുടെ മോൻ, അവനടക്കം ടീച്ചേഴ്സ് അടക്കം നല്ലതല്ലാണ്ട് നിൻ്റെ ഇളയമ്മോട് എന്തുവാ കാണിച്ചതെന്ന് പറയാനൊരു അവസരം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. കാര്യത്തിൽ ഞാൻ പ്രൗഡാണ്. ഈ അപ്സര തന്നെ പറയുണ്ടായി, ഞാൻ സ്നേഹിക്കുന്നതാണ് ആൾക്കാരെ ചങ്ക് കുറച്ച് കൂടെ വെക്കും, എനിക്ക് എന്നെ ഇട്ടിട്ട് അല്ലെങ്കിൽ പല സന്ദർഭങ്ങളിൽ ഞാനാണ് പുറകോട്ട് പോരുന്നതെന്ന് പറഞ്ഞു. ഈ അപ്സരയുടെ ജീവിതത്തിൽ ഇപ്പോൾ 2 വിവാഹം കഴിച്ചു, ഇപ്പോൾ രണ്ടാമത്തെ രണ്ടുപേരും 2 സൈഡിലാണ് നിൽക്കുന്നത്. ആര് പറഞ്ഞു? അല്ലേ, ഇപ്പം എൻ്റെ അടുത്തില്ലെന്നല്ലേ ഉള്ളൂ. അപ്പം ഞാൻ പോണിടത്തൊക്കെ നമുക്ക് വീട്ടുകാരെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല, അല്ല പറഞ്ഞ പോണ സ്ഥലത്ത് എല്ലാം കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാലും കൂടെ ഇല്ല എന്നൊരു തോന്നലുണ്ടോ? അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. നമ്മളെല്ലാവരും ഇപ്പം നമ്മളെ കൂടെ ഉണ്ടാവും. നമ്മൾ ഡിപ്പെൻഡായിട്ട് ഞാൻ ഭയങ്കര ഡിപ്പെൻഡ് ആയിട്ടുള്ള ആളായിരുന്നു. ലൈക്ക് അങ്ങനത്തെ ഇപ്പം ഫിനാൻഷ്യലി അങ്ങനത്തെ കാര്യത്തിനൊന്നും അല്ല. എന്ന് വെച്ചാൽ ഇപ്പം ഇപ്പോഴും എനിക്ക് ഒറ്റയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ അറിയില്ല. എന്നെ എല്ലാവരും കളിയാക്കും. എനിക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ വെച്ചാൽ എനിക്ക് എന്തോ ഭയങ്കര പേടിയാണ്. പോയി കമ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിച്ച് മറ്റേ എന്തൊക്കെയോ ഇതൊക്കെ ഇല്ലേ സംഭവങ്ങൾ, സീറ്റ്, ആ പരിപാടി ഒന്നും എനിക്കറിയില്ല, ഇപ്പോഴും അറിയില്ല എനിക്ക്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ഡിപ്പെൻഡ്. ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോകാമെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പേടി, അങ്ങനത്തെ ഉള്ള ഒരാളാണ് ഞാൻ ഇപ്പോഴും. അതെ, അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ ആരും ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യൂലേ. ഇപ്പോൾ ഈ വീട്ടിൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് എനിക്ക് ഒറ്റയ്ക്ക് ഇരുട്ട് ഭയങ്കര പേടിയുള്ള ഒരാളാണ് ഞാൻ. ഭയങ്കര പേടിയാണ്. ഒറ്റയ്ക്കാണെങ്കിൽ ഇപ്പോൾ കറണ്ട് പോകുമ്പോഴത്തേക്ക് ഭയങ്കര പേടിയാണ്. പക്ഷേ ഇപ്പം ഞാൻ ഒറ്റയ്ക്കുള്ള സമയത്ത് ഇരുട്ടത്തായിപ്പോയി, കറണ്ട് പോയി, ഞാൻ അപ്പോൾ ഒരു ആത്മഹത്യ ചെയ്യോ? ഇല്ലല്ലോ, നമ്മളത് ഓവർകം ചെയ്യില്ലേ.
അത്രേ ഉള്ളൂ. എനിക്ക് ഭയമാണ്, പക്ഷെ ആ ഒരു സാഹചര്യം വന്ന് അതിജീവിക്കും. എങ്ങനെയാണ് ഈ സാഹചര്യത്തെയൊക്കെ അഭിമുഖീകരിച്ച് പോകുന്നത്? ഇങ്ങനെ തന്നെ. ഇപ്പം ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും പേടിയുള്ളൊരു സംഭവമുണ്ട്. നിങ്ങൾക്ക് അപ്സരയ്ക്ക് ഏറ്റവും പേടിയുള്ള എന്തിനാ? ഇരുട്ട് ഭയങ്കര പേടിയാ, മനുഷ്യന്മാരെ പേടിയാ, കുറേ കാര്യങ്ങളുണ്ട്. എങ്ങനെയുള്ള മനുഷ്യന്മാരെ പേടി? അങ്ങനെ ഞാൻ ജഡ്ജ് ചെയ്യില്ല. ഇപ്പം പൊതുവേ മനുഷ്യന്മാരെ എനിക്കിപ്പോൾ നമ്മൾ വർത്താനം പറയാം, വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ വർത്താനം പറയുമ്പോൾ ഞാനിങ്ങനെ പറയും. പക്ഷെ നിങ്ങൾ ഏത് തരക്കാരനാണെന്ന് എനിക്കറിയില്ല, ഞാൻ ജഡ്ജ് ചെയ്യില്ല. പൊതുവെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരാളെ കണ്ട ഉടനെ അവരങ്ങ് വിശ്വസിക്കരുത്, അവർ പറയണൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കരുത്. അവരിങ്ങനെ ഇപ്പം നിങ്ങൾ കുറേ നേരം വർത്താനം, ആ ചേട്ടൻ പാവം കേട്ടോ, അങ്ങനെ നല്ലൊരു മനുഷ്യനാണ്, പിറ്റേ ദിവസം കാണുമ്പോഴും നിങ്ങളുടെ അടുത്ത് ഇത് തന്നെ വർത്താനം പറയുക. അങ്ങനെ ചെയ്യരുത്. നമ്മൾ കുറേ അവരെ പരിചയപ്പെട്ട് സംസാരിച്ച് അവർ ഓക്കെ ആണെന്ന് തോന്നിയതിന് ശേഷം മാത്രമേ എല്ലാ കാര്യങ്ങളും ഇരുന്ന് വിളമ്പാൻ പാടുള്ളൂ. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. സംസാരിച്ച് തുടങ്ങിയ അപ്പം പിന്നെ അവരാണ് ഏറ്റവും ബെസ്റ്റ്, പാവം ആയിരിക്കും. അത് പണി കിട്ടുമ്പോഴാ അയ്യോ അത്ര പാവമല്ല മനസ്സിലാക്കുക. ജഡ്ജ്മെന്റുകൾ പലതും തെറ്റിയിട്ടുണ്ടല്ലേ? ഉറപ്പല്ലേ. എനിക്ക് എൻ്റെ നെഗറ്റീവ്സ് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല. ഞാൻ ആദ്യം വിചാരിക്കുമ്പോൾ എൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം ശരിയാണ്. അങ്ങനെ എൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം ശരിയൊന്നുമില്ല. പാളിപ്പോയ കുറേ കാഴ്ചപ്പാടുകളുണ്ട്. പാളിപ്പോയി എന്ന് പറഞ്ഞല്ലോ, പാളിപ്പോയിൽ എത്ര എണ്ണം പാളിപ്പോയിട്ടുണ്ടാവും? മൊത്തം പാളിപ്പോയിട്ടുണ്ടോ, അതെയോ ജഡ്ജ്മെന്റുകൾ പാളിപ്പോയി എന്ന് പറഞ്ഞില്ല? എല്ലാം ഒന്നും പാളിപ്പോയിട്ടൊന്നുമില്ല, പക്ഷെ ചില ജഡ്ജ്മെന്റുകൾ പാളിപ്പോയ ജഡ്ജ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. അത് മനസ്സിന് വേദന ഉറപ്പല്ലേ. വേദനിപ്പിച്ച ജഡ്ജ്മെന്റുകളായിരുന്നു കൂടുതലും. ചിലതൊന്നും ഞാൻ പറയില്ല. അതാണ് ഇപ്പം എനിക്ക് ഇരുട്ട് ഭയങ്കര പേടിയാ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നാളെ ഇപ്പം ഞാൻ ഒറ്റയ്ക്കുള്ള സമയത്ത് ഇരുട്ടായിപ്പോയാൽ ഞാൻ പോയി ആത്മഹത്യയൊന്നും ചെയ്യില്ല. വെളിച്ചം വരണവരെ കാത്തിരിക്കും. ചിലപ്പോൾ പേടിക്കുമായിരിക്കും, കരയുമായിരിക്കും, പക്ഷെ എന്നാലും പേടിച്ച് ചാടിക്കറി ആത്മഹത്യ ഒന്നും ചെയ്യില്ല. ഞാൻ പ്രതീക്ഷിക്കും ഇപ്പം ഇരുട്ടാണെങ്കിലും ഇനി വെളിച്ചം എന്തായാലും വരുമല്ലോ, ആ വെളിച്ചം വരണവരെ കാത്തിരിക്കുക.